ഹായ് ഗായ്സ്, ഫസ്റ്റ് തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. സോ ഇപ്പോൾ ടൈം ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ പായസമൊക്കെ കുടിച്ച് ഇപ്പോഴാണ് റെഡി ആവാൻ വരുന്നത്. ആൻഡ് ഞങ്ങൾ ഈ പ്രാവശ്യം വലിയ കാര്യമായിട്ട് അങ്ങനെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. പെട്ടെന്ന് റെഡി ആവാം, നമുക്ക് ഒട്ടും ടൈമില്ല റെഡി ആവാനായിട്ട്. ഇപ്പോൾ കസിൻസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് റെഡി ആവുക, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. സോ പെട്ടെന്ന് നമുക്ക് റെഡി ആവണം. ഹായ് ഗായ്സ്, സോ ഇന്ന് ഈദാണ്. കൂടാത്തതിന് നമുക്ക് വേറൊരു സർപ്രൈസ് പാർട്ടി കൂടിയുണ്ട്. ഇന്ന് അമ്മായിയുടെ ബർത്ത്ഡേ ആണ്. കൂടാത്തതിന് അമ്മായിയുടെ മോളുടെയും ഹസ്ബൻഡിൻ്റെയും ബർത്ത്ഡേ ആണ്. സോ നമ്മൾ പ്ലാൻ ചെയ്ത് അമ്മായിയുടെ ബർത്ത്ഡേക്ക് കേക്ക് മേടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ മോളും ഉണ്ട്. പക്ഷേ അവരറിയാണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ വേറെ സർപ്രൈസ് ആയിട്ട് മേടിച്ചേക്കാണ്. സോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം ഞങ്ങൾ കേക്ക് എടുക്കാൻ വേണ്ടി ഇവിടെ വീണ്ടും തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് കേക്ക് അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ നമ്മൾ കേക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. സോ ഇതാണ് നമ്മുടെ വീട്, അതാണ് കേക്കുള്ള വീട്. സോ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സർപ്രൈസ് ആയിട്ടുള്ള കേക്ക്. അമ്മായി അപ്പുറം വരെ പോയേക്കാണ്. നമുക്ക് അതിന് മുമ്പ് കേക്ക് അവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് അവരെല്ലാവരും എത്തിയിട്ടോ. അമ്മായി വന്നിട്ടുണ്ട്. അമ്മായി അപ്പുറം വീട്ടിൽ പോയിട്ട് ഇനി നമുക്ക് അമ്മായിനെ സർപ്രൈസ് കൊടുക്കണം. ബിരിയാണിയൊക്കെ സെറ്റായിരിക്കുന്നുണ്ട്, നമുക്ക് കഴിക്കണം. ഇത്രയും നേരം ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ശരിക്കും ഈ സെലിബ്രേഷനിലെ വലിയ ട്വിസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അൽഫി വിചാരിച്ചത് അമ്മായിക്കാന്നും അമ്മായി വിചാരിച്ചത് അൽഫിക്കാണെന്നാണ്. പക്ഷെ രണ്ടുപേർക്കും ഉണ്ടെന്നുള്ള കാര്യം കേക്ക് വന്നപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. അതിൻ്റെ ഒരു സർപ്രൈസ് അവരുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. കേക്കൊക്കെ വളരെ ഈസി ആയിട്ട് കൊണ്ടു വെച്ചെങ്കിലും പിന്നെ അതൊന്ന് പൊട്ടിച്ചെടുക്കാൻ കുറേ അത് കഷ്ടപ്പെട്ടു. ഇവാനാണെങ്കിൽ 2 പെട്ടി കണ്ടപ്പോൾ തൊട്ട് അതിൻ്റെ അടുത്തൊന്നും മാറുന്നോ ഇല്ല കേട്ടോ. അവനത് പൊളിക്കണ വരെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അവസാനം ആദ്യം കേക്ക് തുറന്നു കേട്ടോ. അപ്പോഴാണ് അതിനകത്ത് എഴുതിയേക്കുന്ന പേര് അവർ ശരിക്കും കാണുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റാണ് ഇപ്പോൾ അവരുടെ എല്ലാവരുടെയും മുഖത്ത് കാണുന്നത് കേട്ടോ. ഇനിയാണ് സർപ്രൈസുകളുടെ മേളം. എല്ലായിടത്തും സാധാരണ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുക്കാറുള്ളത്. ഇവിടെ പിന്നെ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. ആദ്യം അങ്ങനെ അൽഫി അൺബോക്സിംഗ് ഒക്കെ നടത്തി അൽഫിയുടെ ഗിഫ്റ്റ് ഒക്കെ കണ്ടു. പിന്നെ ഇക്കാടെ ഗിഫ്റ്റ് ഇക്കായും അൺബോക്സ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അമ്മായിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ചു, ഫുഡ് കഴിച്ചു. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഐ തിങ്ക് ഇനി ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.